നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. രൂപത വാർത്തകൾ. ഹോം മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് മുങ്ങോട് ഇടവക. ഹോം മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് മുങ്ങോട് ഇടവക. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ മുങ്ങോട് സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ ദേവാലയ പുനർനിർമ്മാണത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബ കേന്ദ്രീകൃത അജപാലന യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ഓഗസ്റ്റ് 18 ഞായറാഴ്ച തിരുവനന്തപുരം അതിരൂപത സഹായ മെത്രാൻ റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടുകൂടിയാണ് ഹോം മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ഇടവക വികാരി ഫാദർ ജോൺ ബോസ്കോ മാനുവൽ, അതിരൂപത BCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. നാം എത്രമാത്രം വളർന്നുവെന്നും എന്തൊക്കെ പോരായ്മകൾ നമ്മിൽ സംഭവിച്ചുവെന്നും വിശകലനം ചെയ്യുവാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭിവന്ദ്യ പിതാവ് തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. അഭിവന്ദ്യ പിതാവിൽ നിന്നും കത്തിച്ച മെഴുകുതിരികൾ സ്വീകരിച്ച് തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യത്തിന് പ്രാർത്ഥനാപൂർവം ഒരുങ്ങി. പുതിയതുറ ഇടവകയ്ക്ക് ആത്മീയ പ്രഭ നൽകിയ മത്സ്യത്തൊഴിലാളി കുടുംബത്തെ ആദരിച്ചു. കുഞ്ഞുനാൾ മുതൽ മത്സ്യബന്ധനം മാത്രം ജീവിതമാർഗമായി സ്വീകരിച്ച് പുതിയതുറ വാർത്തട്ടുപുരയിടത്തിൽ ദൈവം ദാനമായി നൽകിയ തന്റെ ജീവിത പങ്കാളി മരിയദാസിയെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിൽ വളർന്നു വന്ന തന്റെ കുടുംബജീവിതത്തിൽ ദൈവം 3 മക്കളെ നൽകി അനുഗ്രഹിച്ചു. മൂത്ത മകൻ ഇഗ്നേഷ്യസ് ജൂലിയാനെയും മകൾ ഷോഫ ജൂലിയാനെയും വൈദികനായും കന്യാസ്ത്രീയായും ദൈവത്തിനായി സമർപ്പിച്ച മാതാപിതാക്കളെ ഇടവകയുടെ സഹവികാരി ഫാദർ ഫ്രെഡി വർഗീസിന്റെയും സലേഷ്യൻ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ അനീറ്റയുടെയും ഷോൺസ്റ്റെഡ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ റിൻസിയുടെയും ഡീക്കൻ ഇഗ്നേഷ്യസിന്റെയും യൗസപിതാ സഭയുടെ പ്രസിഡന്റ് ലീൻ വറീദിന്റെയും കാഷ്യർ യേശുദാസൻ മൊറായിസിന്റെയും സാന്നിധ്യത്തിൽ ആദരിച്ചു. മനുഷ്യക്കടത്ത് ബോധവൽക്കരണ ക്ലാസ് നടത്തി പുതുക്കുറിച്ചി ഫെറോന യുവജന സാമൂഹ്യ ശുശ്രൂഷ സമിതികൾ. മനുഷ്യക്കടത്തിന് ഇരയാകാതിരിക്കാൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി പുതുക്കുറിച്ചി ഫെറോന യുവജന സാമൂഹ്യ ശുശ്രൂഷ സമിതികൾ. തൊഴിൽ വാഗ്ദാനങ്ങളിൽ വഞ്ചിക്കപ്പെട്ട് ജീവിതം തകരുന്നവരുടെ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണവുമായി സമിതികൾ മുന്നിട്ടിറങ്ങിയത്. ഓഗസ്റ്റ് 25 ഞായറാഴ്ച സെന്റ് ഡൊമിനിക് വെട്ടുകാട് നടന്ന പരിപാടിയിൽ സാമൂഹ്യ ശുശ്രൂഷ ഫെറോന കോർഡിനേറ്റർ ഫാദർ പോൾ ജി അധ്യക്ഷത വഹിച്ചു. യുവജന ശുശ്രൂഷ ഫെറോന കോർഡിനേറ്റർ ഫാദർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കൈരളി TV പ്രവാസ ലോകം സെക്രട്ടറി ശ്രീ റഫീഖ് റാവുത്തർ മനുഷ്യക്കടത്തിനിരയാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അതിൽ വീഴാതിരിക്കാനുള്ള മുൻകരുതലുകളെക്കുറിച്ചും ക്ലാസ് നയിച്ചു. വയനാടിന് താങ്ങാകാൻ ബിരിയാണി ചലഞ്ച് നടത്തി കാരയ്ക്ക മണ്ഡപം ഇടവകയിലെ സ്വയം സഹായ സംഘങ്ങൾ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ജീവിതം തകർന്ന വയനാട് ജനതയ്ക്ക് താങ്ങാകാൻ വ്യത്യസ്തമായ മാർഗം സ്വീകരിച്ച് കാരയ്ക്ക മണ്ഡപം ഇടവകയിലെ സ്വയം സഹായ സംഘങ്ങൾ. വയനാട് ജനതയെ സഹായിക്കാൻ അതിരൂപത രൂപം നൽകിയ ധനസഹായ പദ്ധതിയിലേക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചിലൂടെ 25,000 രൂപ സ്വരൂപിച്ചു. ഓഗസ്റ്റ് 25 ഞായറാഴ്ച സ്വരൂപിച്ച തുക അതിരൂപതയിൽ എത്തിച്ചതായി ഇടവക വികാരി ഫാദർ ജോൺസൺ അലക്സാണ്ടർ അറിയിച്ചു. വ്യത്യസ്തമായ ആശയത്തിലൂടെ തുക സമാഹരിക്കാൻ പ്രയത്നിച്ച സ്വയം സഹായ സംഘങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കും ഇടവക വികാരി നന്ദിയും പ്രാർത്ഥനകളും നേർന്നു. വലിയതുറ ഫെറോനയിൽ ഭക്തസംഘടനകളുടെ സംഗമം നടന്നു. വലിയതുറ ഫെറോനയിൽ അൽമായ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ വിവിധ ഭക്തസംഘടനകളുടെ സംഗമം നടന്നു. ഓഗസ്റ്റ് 25 ഞായറാഴ്ച വെട്ടുകാട് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സംഗമത്തിൽ അൽമായ ശുശ്രൂഷ കോർഡിനേറ്റർ ഫാദർ ടോണി ഹാംലറ്റ്, ശ്രീ അനിൽ എന്നിവർ ഭക്തസംഘടനകളുടെ പ്രസക്തിയെക്കുറിച്ചും ഭക്തസംഘടനയിലെ അംഗങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നടന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ പേരൂർക്കട ഏരിയ കൗൺസിൽ രജത ജൂബിലി സമ്മേളനം നടത്തി. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ പേരൂർക്കട ഏരിയ കൗൺസിലിന്റെ രജത ജൂബിലി 25 ഓഗസ്റ്റ് ഞായറാഴ്ച വഴയില സെന്റ് ജൂഡ് പാരിഷ് ഹാളിൽ വെച്ച് ആഘോഷിച്ചു. ഏരിയ കൗൺസിൽ പ്രസിഡന്റ് സിസ്റ്റർ അനീറ്റ റോയിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഏരിയ കൗൺസിൽ ആധ്യാത്മിക ഉപദേഷ്ടാവും മണക്കാട് സഹായമാത ഇടവ വികാരിയുമായ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കലമ്പാടൻ ഉദ്ഘാടനം ചെയ്തു. വഴയില സെന്റ് ജൂഡ് ചർച്ച് ഇടവക വികാരി റവറൻ ഫാദർ തമ്പി സേവ്യർ ആത്മീയ സന്ദേശം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.